ഇദ്ദേഹം ഈ വില്ലേജ് കായിങ് വില്ലേജിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ഈ മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ്. തലമുറകളായിട്ട് കൈമാറി കിട്ടിയ വസ്ത്രങ്ങളാണിത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഈ തൊപ്പി 5 തലമുറ കൈമാറി അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയെന്നാണ് പറഞ്ഞത്. പണ്ട് ഇവരുടെ ഇടയിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു, അന്നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇതുപോലെ തന്നെ ഈ ധരിച്ചിരിക്കുന്നൊരു മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്, വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഓരോ സാധനം അതിനെല്ലാം പ്രത്യേകമുണ്ട്. ഇതെല്ലാം പക്ഷേ ഇത് പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന കുന്തമാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് കാണാം, അതിൻ്റെ അറ്റത്തൊരു കുറഞ്ഞ 2 സൈഡിൽ നിന്നും അവർക്ക് കുത്താനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പം ഇതൊന്നും ഇദ്ദേഹം ഉണ്ടാക്കിയതല്ല, ഇദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ കൈമാറി ഇദ്ദേഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതാണ്. നമുക്ക് ഇദ്ദേഹം സഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. ജോയ് ജീശു അച്ഛൻ आलेपरे आलपा वो अब हम सुनाया इधर का पहले फर्स्ट कैथलिक है ऐसा सुनाया. वो कैसा आप वो कहानी कुछ बोलने के लिए सकता है क्या? सकेगा തീർച്ചയായും പറയാം. हम എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, हमारा एक दोस्त था മർബ ബോജി. माँ बाप അദ്ദേഹം ഗാലോ ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു. ओके. അദ്ദേഹം എനിക്ക് മുൻപേ ഫാദർ ജോബ് കല്ലറയ്ക്കൽ SDBയെ കണ്ടുമുട്ടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. वो ये बस्ती का है क्या? അല്ല, മർബ ബോജി കമ്പം വില്ലേജുകാരനായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു പിയൂണായി ജോലി ചെയ്യുകയായിരുന്നു. മർബ ബോജി എന്നോട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു, താങ്കൾക്കും ഈ വിശ്വാസം സ്വീകരിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ല കാര്യം, ഞാനും ധോണിപ്പോള ഉപേക്ഷിച്ച് ഈ വിശ്വാസം സ്വീകരിച്ചു കൊള്ളാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാഹർകൊട്ടിയിലേക്ക് പോകാം, ഞങ്ങളുടെ ഫാദർ അവിടെയാണുള്ളത്. नाहरकोटी आसाम में है क्या? അതെ, ആസാമിലാണ്. मिलाएगा आपको താങ്കളെ ഫാദറിന് പരിചയപ്പെടുത്താം. അങ്ങനെ ഞങ്ങൾ നാഹർകൊട്ടിയിലേക്ക് പോയി. जो हाँ. फादर जॉब था അങ്ങനെ ഫാദറിനെ കണ്ടു, ഫാദർ ജോബ്. हम लोग फादर അവിടെ ഫാദറിനെ കണ്ട ശേഷം ഫാദർ എന്നോടൊപ്പം അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിരുന്നു. प्रार्थना सिखाया അവിടെ വെച്ച് പ്രാർത്ഥന പഠിപ്പിച്ചു, മറ്റു കാര്യങ്ങളും പറഞ്ഞു തന്നു. 5 दिन 5 ദിവസമായിരുന്നു ഉപവാസ പ്രാർത്ഥന. അതിനുശേഷം കായിങ്ങിലേക്ക് തിരിച്ചു വന്നു. टाइम में वापस आया वो साल 1980 काय में हाँ उसके बाद फादर कब था ये? ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞതും 1980 1980. हाँ वो എന്നാൽ 2 വർഷത്തേക്ക് ഞാൻ പൂർണ്ണമായും ക്രിസ്തുവിനെ സ്വീകരിച്ചിരുന്നില്ല. 1980 से आप उधर जाके सिखाया. അതെ, ഫാദർ ജോബിൽ നിന്ന് ഞാൻ ക്രിസ്തുവിനെ അറിയുകയായിരുന്നു. उसके बाद അതിനുശേഷം ഫാദർ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് പൂർണ്ണമായും വിശ്വാസം സ്വീകരിക്കാം, അതിനുവേണ്ടി ഒരുങ്ങുക. तो पति നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ ഉള്ളത്, അങ്ങോട്ട് വരിക പ്രയാസമാണല്ലോ, ഫാദർ ജോബ് പറഞ്ഞു. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് അരുണാചൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് അനുമതി നൽകിയില്ല. नहीं दिया उसको लेने के लिए. ഇല്ല, അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനുവദിച്ചില്ല. नहीं दिया 2ാമത്തെ പ്രാവശ്യം ഞാൻ മർബ ബോജിയും കൂടി പോയി ഫാദർ കായിങ്ങിലെ അധ്യാപകനാണെന്നും പറഞ്ഞ് ഇന്നർ ലൈൻ പെർമിറ്റ് സംഘടിപ്പിച്ചു. फादर को टीचर ऐसा बोल करके लेके ടീച്ചറാണ് എന്ന് പറഞ്ഞ് അച്ഛന്റെ ലോഹയൂരി പെട്ടിയിൽ വെച്ചാണ് അച്ഛനെ കടത്തിക്കൊണ്ടുവന്നത്. ये कैसा पैदल आया क्या आप लोग उधर से? उसी जो അല്ല, നടന്നായിരുന്നില്ല, കായിങ് വരെ വണ്ടിയിലാണ് വന്നത്. गाड़ी में आया तो 2 ദിവസം വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തി, अंदर में പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. निकलने नहीं दिया ऐसा. तो उस 2 ദിവസത്തിന് ശേഷം തിരുക്കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തെ ഞാൻ ചെക്ക് ഗേറ്റ് കടത്തിവിട്ടു. അങ്ങനെ അച്ഛനെ കണ്ടുമുട്ടി 2 വർഷത്തിന് ശേഷം 1982 ഇത് സംഭവിക്കുന്നത്. അന്ന് ഇവിടെ അധികം പേർ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഇവിടുത്തെ വലിയ ആൾക്കാരുമായി സംസാരിച്ചു. അവരോട് കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. ഈ വിശ്വാസം സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ ഭേദമാകുമെന്ന് ഞാൻ പറഞ്ഞു.
അന്ന് ഞങ്ങളുടെ കൂടെ ദൈവമുണ്ടായിരുന്നു. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർ സൗഖ്യപ്പെട്ടിരുന്നു. തളർവാദ രോഗികൾക്ക് പോലും സൗഖ്യം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഭൂതത്തിനുള്ള പൂജ നിർത്തണം. നിങ്ങൾ മാനസാന്തരപ്പെടണം, ക്രിസ്തുവിനെ സ്വീകരിക്കണം. അവരോട് പറഞ്ഞു, നിങ്ങളുടെ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ ഇതിൽ പരിഹാരം കിട്ടും. ഞങ്ങൾ ധോണിപ്പോളയിൽ ഭൂതത്തിനാണ് പൂജ ചെയ്യുന്നത്. और गिरजा बनाने के पहले किधर था मिस्सा बलिदान किधर? ഇവിടെ ദേവാലയം പണിയുന്നതിന് മുമ്പ് ഞങ്ങൾ പല വീടുകളിലായിട്ടാണ് ബലി അർപ്പിക്കുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും പല വീടുകളിലായാണ് ബലി അർപ്പിച്ചിരുന്നത്. उधर से आया था. फादर അതെ, ഫാദേഴ്സ് എല്ലാം താഴെ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. हम लोग टीचर ടീച്ചർമാർ എന്ന് പറഞ്ഞാണ് അവരെ കൊണ്ടുവന്നിരുന്നത്. സിസ്റ്റേഴ്സിനെ എല്ലാം ഞങ്ങളുടെ വേലക്കാരാണെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. അല്ലാതെ അവരെങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇങ്ങോട്ട് കയറ്റിവിടുക? नहीं तो कहाँ आने സിസ്റ്റർ ഡൊറോത്തി എന്റെ വേലക്കാരിയാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവര് പണ്ടൊക്കെ ആസാമിൽ നിന്നും ആൾക്കാരെ ഇങ്ങനെ പണിക്കായിട്ട് കൊണ്ടുവരുന്നു. അവരെയാണ് ബന്ദി എന്ന് പറയുന്നത്. അങ്ങനെ പണിക്ക് കൊണ്ടുവരുന്ന ആളാണെന്ന് പറഞ്ഞാണ് സിസ്റ്ററിനെ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ഛനെ ടീച്ചറാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എല്ലാ മാസവും കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ ഇവരുടെ ടീച്ചറിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അന്നേരം ഇവരുടെ പല വീടുകളിൽ വെച്ചാണ് കുർബാനകൾ ആ സമയത്ത് നടത്തിയിരുന്നത്. तो അതിനുശേഷമാണ് ഞങ്ങൾ പള്ളി പണിയുന്നത്. मिलकर सांस बना പണിയാൻ തുടങ്ങിയപ്പോഴേക്കും പട്ടാളക്കാർ വന്നു. ये हम लोग അവർ പറഞ്ഞു, ഇത് അവരുടെ സ്ഥലമാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പള്ളി പണിയുന്നത് എന്ന്. അപ്പോൾ അത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് ഞങ്ങൾ തീർത്തു പറഞ്ഞു. डेरा कर दिया ആ ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതാണ്, ഞങ്ങളുടെ സ്ഥലമാണ്. ആ എന്നാൽ ആർമി അവരുടെ സ്ഥലമാണെന്ന് വാദിച്ചു. जमीन है हमारा, जमीन है, खरीदा है हम लोग, ആ 200ഓളം ആൾക്കാർ തടിച്ചുകൂടി വിട്ടുതരില്ലെന്ന് ഞങ്ങൾ തീർത്തു പറഞ്ഞു. बनाने नहीं देगा. ഒടുവിൽ തർക്കം പരിഹരിക്കുന്നതിനായി ഞങ്ങൾ DC ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു. ഓഫീസ് ആ डीसी में അവിടെ പട്ടാളത്തിന്റെ മാപ്പുണ്ട്, इसका मैप है, ഉം. आर्मी का പൊതുജനത്തിന് മാപ്പുമുണ്ട്. मैप देखेगा वो. അങ്ങനെ तो हम लोग അന്ന് തന്നെ സ്ഥലത്തിന്റെ ഉടമസ്ഥനെയും കൂട്ടിക്കൊണ്ട് जमीन DC ഓഫീസിലേക്ക് പോയി. ആ ताजे അങ്ങനെ DC ഓഫീസിൽ ചെന്ന് മാപ്പ് എടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. जाके मैप को निकला. ഓ അങ്ങനെ മാപ്പിൽ നോക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിരിക്കുന്ന ഈ സ്ഥലം മുതൽ പള്ളി പണിയുന്ന ഈ സ്ഥലം വരെ ഞങ്ങളുടേതാണെന്ന് മനസ്സിലായത്. അയച്ച ആ ആ ഇവരൊരു പള്ളി പണിയാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് മിലിറ്ററിക്കാർ പറഞ്ഞു അവരുടെ സ്ഥലമാണ്, അവിടെ പണിയാൻ പറ്റില്ല, ഇവിടെ ഒരു മിലിറ്ററി സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലമാണ്, മിലിറ്ററിക്കാർ അവരുടെ സ്ഥലമാണ്, ഒരു കാരണവശാലും അവിടെ പള്ളി പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ മിലിറ്ററിക്കാർ 100-200 പേര് വന്നു. ഇവർ ഒത്തിരി ആൾക്കാർ കൂടി. അത് കഴിഞ്ഞിട്ട് ഇവരത് കേസായി, അവർ കോടതിയിൽ പോയി. അങ്ങനെ അവിടെ വെച്ച് സംസാരിച്ച് അവരുടെ മാപ്പ് എടുത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഇവരുടെ സ്ഥലമായിരുന്നു, അത് മിലിറ്ററിയുടെ സ്ഥലമായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് തിരിച്ചിട്ട് അവരവിടെ പള്ളി പണിയുകയും ചെയ്തു. അബി കിത്തന ഫാമിലിയായി ഇതർ കാത്തറിൻ? എല്ലാ വില്ലേജിലുമായി 360 ओ ये अलग अलग 360 हाउस. विलेज में भी आदमी लोग है ना, हाँ बस्ती बस्ती में भी है. बस्ती पोस्ट आके 360 കുടുംബങ്ങളുടെ പല വില്ലേജുകളിലായിട്ടുണ്ട്. ഇവിടെ തന്നെ ഏതാണ്ട് 160ഓളം കുടുംബങ്ങളുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അധികം താമസക്കാർ ഒത്തിരി കൂടുതലില്ല, കാരണം ഞാൻ പറഞ്ഞില്ല മിലിറ്ററി സെറ്റിൽമെൻ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അതോടൊപ്പം 160 ഫാമിലികൾ ഇവിടെയുണ്ട്. അപ്പോൾ തന്നെ അച്ഛന്മാരിവിടെ സ്കൂള് നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി വർഷമായിട്ടുള്ള സ്കൂളാണ്. അതിലൂടെ ഒത്തിരി പേര് വളർന്ന് വലുതായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച് വലിയ നിലയിലായിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചും കൂടെ നമുക്ക് ചോദിക്കാം. आपका बच्चा लोग क्या कर रहा है अभी? कितना बच्चा है आपको? बच्चा 13 മക്കൾ. ओ 13. बीवी? क्या है? ഒന്നേ एक ही बीवी. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വീണ്ടും ചോദിക്കാം. ബച്ചാലോ ക്യാ കർ രഹാ അബി? अभी हमारा ഒരാള് ചെന്നൈയിലുണ്ട്, चेन्नई में है. ഡോക്ടർ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ സ്പെഷ്യലൈസേഷൻ ചെയ്യുക. MBBS കഴിഞ്ഞിട്ട് ഇപ്പം PGക്ക് പഠിക്കുകയാണ് ഒരു മകൻ ചെന്നൈയിൽ. ഓ മറ്റൊരു മകൻ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുന്നു. अभी आ गया. ഒരാൾക്ക് ഗവൺമെന്റ് ജോലിയായിട്ട് ഇവിടെയുണ്ട്. ആ പിന്നെ ഒരാള് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ആ ഒരാൾ ബ്ലോക്ക്, ഇവിടുത്തെ അഞ്ചൽ സമിതി പറഞ്ഞ ബ്ലോക്കാണ്, ബ്ലോക്ക് മെമ്പറായിട്ടുണ്ട്. അതൊരു വലിയ, ഇവിടെ ഒരു ബ്ലോക്ക് മെമ്പറാകുക എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥാനമാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ പല ജോലികൾ ചെയ്യുന്നു, ടീച്ചർമാരുമുണ്ട്. പിന്നെ नौकरी भी कर रहा है. കുറേ 1-2 പേര് വേറെ ജോലി ചെയ്യുന്നുണ്ട്, ടീച്ചർമാരുണ്ട് കൂട്ടത്തിൽ. പിന്നെ പെൺപിള്ളേരെ എല്ലാം കെട്ടിച്ചു വിട്ടു. അങ്ങനെയാണ്. आपका बच्चा लोग पूरा किधर पढ़ा है? इधर ये स्कूल में पढ़ा है क्या? तो यहाँ हमें തീർച്ചയായും ഇപ്പോൾ
ഡോക്ടറായ മകനാണ് ആദ്യത്തെ വിദ്യാർത്ഥി. First student. ഓ, ഈ സ്കൂളിലെ ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവിടെയുള്ള സെൻറ്റ് ജോസഫ് സ്കൂളിലെ ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ. ആ മകനാണ് ഡോക്ടറായത്. നമുക്ക് ഈ ഒരു മേഖലയിൽ ഇവർക്കൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു നിലയിലേക്കാണ് നമ്മുടെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബവും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ തന്നെ കൊടുക്കുകയുണ്ടായി. ഇന്നും ഇദ്ദേഹം സജീവമായിട്ട് ഇവിടെയുണ്ട്. ഏതാണ്ട് കിത്ര സാല പാസ്റ്റർ 25 വർഷക്കാലം ഞാൻ ഈ പള്ളിയുടെ പാസ്റ്ററായിരുന്നു. 25 വർഷം ഇവിടെ അച്ഛന്മാർ വല്ലപ്പോഴും വരുള്ളൂ. അപ്പോൾ 25 വർഷം ഈ ജനത്തിനെ നയിച്ചുകൊണ്ടിരുന്നത് ഏത് മനുഷ്യനാണ്? ഇത് ഇവർക്കുള്ള നോളജ് അല്ല, അറിവല്ല, ഇവർക്കുള്ളത് വിഷ്ണമാണ്, ജ്ഞാനമാണ്. ദൈവം നേരിട്ട് കൊടുക്കുന്ന ആ ഒരു വിജ്ഞാനത്തിലാണ് ഇവിടുത്തെ ജനത്തിനെ മുഴുവൻ നയിക്കുന്നത്. ഇതാണ് ഈ ഒരു അരുണാചലിൻ്റെ മുഴുവൻ മേഖലകളിൽ എവിടെ ചെന്നാലും എഴുതാനും വായിക്കാനും അറിയാത്തില്ലാത്ത മനുഷ്യൻ വളരെ മനോഹരമായിട്ട് അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് എല്ലാ സ്ഥലത്തും, ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ ധാരാളമായിട്ട് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഏതായാലും ഈ മനുഷ്യനിലൂടെ ഇവിടെ ഒരു സഭ വളരാനായിട്ട് ദൈവം ഇടയാക്കി. കാരണം ഇവർ വിശ്വാസത്തിലേക്ക് വന്നത് ഇവർ വളരെ ധൈര്യശാലികളാണ്. അപ്പോൾ ഇവരൊരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അവർ മരിക്കാൻ അവർ തയ്യാറാവും, ആർക്കെതിരെയും നിൽക്കുകയും ചെയ്യും. ഇവർക്ക് ആ ഒരു വിശ്വാസത്തിന് പിടിച്ചു നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ധീരതയാണ് ഇവരെയും ഇവിടുത്തെ സഭയും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സഹായം ചെയ്തുകൊണ്ട് അന്ന് മുതലുള്ള ഒത്തിരി വൈദികർ ഇതിന് സഹായം ചെയ്യാനായിട്ട് സഹായിച്ചുകൊണ്ടുണ്ട്. ഇപ്പോഴും MSFS വൈദികരാണ് ഇപ്പോൾ കായിങ് സെൻറ്റ് ജോസഫ് ഇടവകയിലും സ്കൂളിലുമൊക്കെ ജോലി ചെയ്യുന്നത്. അവർ വളരെ മനോഹരമായിട്ട് ഇവരെ നയിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റ് ചിലരും ഇങ്ങനെ വഴിയിൽ വെച്ച് പറയണ്ടേ ഒത്തിരി കഥകൾ. ഏതായാലും നമ്മൾ കൂടുതൽ നീണ്ട കഥകളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ദൈവം ഇവരെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമുള്ള വൈദികരെ അല്ലെങ്കിൽ അജപാലകരെ ഇവർക്ക് നൽകിക്കൊണ്ട് ദൈവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കൂടുതലായിട്ട് ഈ സഭ വളരട്ടെ എന്നും ഇവിടെ ദൈവത്തിൽ ഒരു പ്രധാന കാര്യം ഇതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഇതാണ്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ താത്തോ, മണിഗോഗ്, മെച്ചുക്ക ഇവിടങ്ങളിലേക്ക് പോയത്. ഏതാണ്ട് ഇവിടുന്ന് 150 കിലോമീറ്റർ ദൂരമാണ് മണിഗോഗ്, ഏതാണ്ട് 110-15 കിലോമീറ്റർ ദൂരമാണ് മെച്ചുക്ക. ഇവിടങ്ങളിലേക്കെല്ലാം മിഷണറിമാർ പോയിരുന്ന ഇവിടം വരെ വണ്ടിയെ വന്നിട്ട് ഇവിടെ നിന്ന് നടന്നാണ് പോകുന്നത്. അപ്പോൾ അവർക്കുള്ള സംരക്ഷണം കൊടുത്തിരുന്നത് ഇവരാണ്. ഇവിടുന്ന് ഒരു വലിയ ഗ്രൂപ്പ് അവരോടൊപ്പം നടക്കും. എന്നിട്ട് വഴികളിൽ ഒരു വില്ലയിലെത്തി അവിടെ നടത്തിയിട്ട് അവിടുന്ന് ആ വില്ലയിലെ ആൾക്കാരുടെ കൂടെ പറഞ്ഞു വിടും. അപ്പോൾ അവസാനത്തെ വില്ലയിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ 10-40-45 പേരൊന്നിച്ചാണ് ഒരു വില്ലേജിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്രയും അതും വഴികളൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയാണ്. സിസ്റ്റർ ഡോറോത്തി നമ്മളോട് ഒരു ദിവസം പങ്കുവെച്ചിരുന്നു. അപ്പം അതുപോലെയുള്ള വഴികളിലൂടെ ഇവരാണ് അവരെ നയിച്ച് കൊണ്ടുപോയിരുന്നത്. അപ്പം ഈ ഒരു സഭയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ ഈ സഭ കൂടുതൽ വളരട്ടെ എന്നും ഇതുപോലെയുള്ള തീഷ്ണമതികൾ ഈ കാലഘട്ടത്തിലും രൂപപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. ജയ് ജിശു, പയലിഞ്ചോ. ധീരനായ ഒരു പടയാളിയെ, പൗലോസിനെ പോലെ ധീരനായ ഒരു പടയാളിയാണ് നമ്മളിപ്പോൾ കണ്ടുമുട്ടിയത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവരുടെ ഒരു ട്രൈബൽ വേഷമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഈ നാടിൻ്റെ സംസ്കാരവും കൾച്ചറും അനുസരിച്ചുള്ളൊരു വേഷമാണ് ധരിച്ചിരിക്കുന്നത്. ഈ നാടിൻ്റെ ഒരു ധീര പടയാളിയുടെ ധീരത നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിച്ചു. അതുതന്നെയാണ് ഞാൻ പറഞ്ഞ ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന്. ഇതുപോലെ അനേകരെ ഇനിയും നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമുക്ക് കൂടെയായിരിക്കാം. നമുക്ക് കർത്താവിൻ്റെ കൂടെ മാതാവിനോടൊപ്പം നമുക്കിനിയും സഞ്ചരിക്കാം. ജയ് ജിശു. ഇനിയുള്ള നമ്മുടെ യാത്ര കായിങ്ങിൽ നിന്നും 205 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു മിഷൻ സ്റ്റേഷനിലേക്കാണ്. ദാപോരിജോ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. നാഷണൽ ഹൈവേ 13ലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിലെ അപ്പർ സുബാൻസിരി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് ദാപോരിജോ. അരുണാചൽ പ്രദേശിലുടനീളം സഞ്ചരിക്കേണ്ടവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് നാം സന്ദർശിക്കാൻ പോകുന്ന ദാപോരിജോ.
വിനോദസഞ്ചാരികൾ ധാരാളം യാത്ര ചെയ്യാറുള്ള ഒരു റൂട്ട് കൂടിയാണ് ഈ NH-13. റോഡിന്റെ ഇടതുവശത്തായി സിയാങ് നദി ഒഴുകുന്നത് കാണാം. റോഡ് നദിയിലേക്ക് ഒലിച്ചു പോയതിനാൽ കുന്നിൻ ചെരിവ് നിരപ്പാക്കി യാത്രായോഗ്യമാക്കുകയാണ് മലമുകളിലുള്ള ഈ ഹൈവേയിൽ. റോഡ് പണി രാവിലെ 7 മണിക്ക് തുടങ്ങുമെന്നും വൈകുന്നേരം 4 മണി വരെ പണി തുടരുമെന്നുമാണ് ഇവിടെ സമയവിവര പട്ടികയായി സർക്കാർ ഉത്തരവിന്റെ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും വെറും 10 മിനിറ്റ് സമയമാണ് റോഡ് തുറന്നു കൊടുക്കുക. അതുവരെ യാത്രക്കാർ ക്ഷമയോടെ ഇവിടെ കാത്തിരിക്കേണ്ടതുണ്ട്. ബ്രോയുടെ നേതൃത്വത്തിലാണ് ഇവിടെയും റോഡ് പണി നടക്കുന്നത്. റോഡിന് കുറുകെ വച്ചിരിക്കുന്ന ഈ മുള ഇനി മാറ്റണമെങ്കിൽ ഏതാണ്ട് അരമണിക്കൂർ സമയം കൂടി വെയിറ്റ് ചെയ്യണം. रोड ब्लॉक हुआ है, कटिंग कर रहे हैं रास्ता हाईवे के लिए. आप जो कहाँ से हैं? केरला. इधर घूमने हैं? नहीं, हम वो फादर लोगों का मिशन. ओके, नाइस टू मीट यू. And your name? प्रिंस अशोक. Prince Ashok. ചെറു ചൂടുള്ള വെയിലത്ത് 3 കോളേജ് വിദ്യാർത്ഥികൾ കുടയൊക്കെ നാട്ടി നല്ല സ്റ്റൈൽ ആൻഡ് സെറ്റപ്പിൽ കാത്തിരിക്കുകയാണ് ഇവിടെ. റോഡിന്റെ നല്ലൊരു ഭാഗം താഴേക്ക് ഇടിഞ്ഞു പോയിരിക്കുന്നത് കാണാം. ഒരു JCB മല കട്ട് ചെയ്തുകൊണ്ട് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നുണ്ട്. അങ്ങ് അകലെയായിട്ടാണ് പ്രധാനപ്പെട്ട ജോലി നടക്കുന്നത്. മുകളിലുള്ള JCB ഇടിച്ച് താഴേക്കിട്ട പാറക്കഷണങ്ങളുടെ കൂമ്പാരങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു പുതിയ പാത ഒരുക്കുകയാണ്. ഇങ്ങിവിടെ താഴെ തടയണ നിർമ്മിക്കുകയാണ്. ഇപ്പോഴുള്ള റോഡ് ഇടിഞ്ഞ് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി. ഇതിവിടെ നിത്യസംഭവമായതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചിട്ടയോടെ സമയബന്ധിതമായി നടക്കുന്നു. അതിൽ ഈ നാട്ടിലുള്ളവരും സഹകരിക്കുന്നു, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ വിജയപ്രദമാക്കാൻ. ഇവിടെ നിർമ്മിക്കുന്ന ഈ തടയണ അടുത്ത മലയിടിച്ചിലിനെയെങ്കിലും ചെറുത്തു നിൽക്കുമെന്ന പ്രത്യാശയോടെ അധ്വാനിക്കുകയാണ് തദ്ദേശീയരായ ഈ തൊഴിലാളികൾ. കൂടാതെ സാധിക്കുന്ന രീതിയിൽ റോഡിന് വീതി കൂട്ടാനുമുള്ള പരിശ്രമത്തിലാണ് ഇവർ. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ താഴെ കാണുന്ന സ്ഥലവും കൂടി നദി സ്വന്തമാക്കും. സമയവിവര പട്ടിക അനുസരിച്ച് 10 മിനിറ്റ് നേരത്തേക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്ന സമയമാകുന്നു. അത്യാവശ്യത്തിന് യാത്രാ സൗകര്യം ഒരുക്കി പണിയിലേർപ്പെട്ടിരിക്കുന്ന JCB പിൻവാങ്ങുകയാണ്. കൃത്യം 10 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ബാംബു ഗേറ്റ് അടയും. അതിനു മുൻപ് ഇവിടം കടക്കുവാനുള്ള വെപ്രാളം എല്ലാ വാഹനങ്ങളിലും കാണുന്നത് സ്വാഭാവികം. 2 വശത്തു നിന്ന് റോഡ് തുറന്നു കൊടുത്തപ്പോൾ ഈ മലയോര ഹൈവേ നമ്മുടെ നാട്ടിലെ പോലെ സജീവമായി. ഒട്ടനവധി വാഹനങ്ങളായിരുന്നു ഏതാണ്ട് 3/4 മണിക്കൂറോളം ഇവിടെ കാത്തുകെട്ടിക്കിടന്നത്.
നമ്മുടെ ഭാരതപ്പുഴയെ അനുസ്മരിക്കും വിധമാണ് ഇപ്പോൾ ഈ സിയാങ് നദി ഒഴുകുന്നത്. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ച. ഒരു ഗോത്രവർഗക്കാരൻ മുള കൊണ്ടുണ്ടാക്കിയ ഒരു പായ പ്രത്യേക രീതിയിൽ തലച്ചുമടായി കൊണ്ടുപോകുന്നു. കൃഷിയിടത്തിൽ ഈ പായ ഏലവും നെല്ലും മറ്റും വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ എവിടെ പോയാലും ഇവരുടെ സന്തത സഹചാരിയാണ് തോൾ വഴി തൂക്കിയിട്ടിരിക്കുന്ന ഇവരുടെ വാൾ. മുള കൊണ്ട് നിർമ്മിച്ച ഈ പായയ്ക്ക് നല്ല വലിപ്പമുള്ളതിനാൽ അത്യാവശ്യം ഭാരവുമുണ്ടാകും. അതിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ശിരസിലാണെന്ന് ഓർക്കണം. ആക്ച്വലി ഈ മനുഷ്യൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലായത്. ആരെയും വഴിയിൽ കാണാത്തതിനാൽ വഴിതെറ്റി കുറേ ദൂരം സഞ്ചരിച്ചിരുന്നു. ഞങ്ങൾ വണ്ടി തിരിച്ചുവിട്ടു. പായലിൻചോ ഭയ്യ. ഞങ്ങൾ കുറച്ചു ദൂരം മാറി ഒരു സ്ഥലത്തെത്തി. ഇനി യാത്ര ചെയ്യേണ്ട ദൂരം അന്വേഷിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ഇനിയും 150 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന് കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് 10-15 കിലോമീറ്റർ അധികം ഓടി. കുണ്ടും കുഴിയും കാരണം മണിക്കൂറുകൾ എടുത്തു ശരിക്കുള്ള വഴിയിൽ തിരിച്ചെത്താൻ. കടയിൽ നിന്നും അത്യാവശ്യം യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങാൻ ബിജു അച്ഛനിറങ്ങി. കടയിൽ നോക്കിയപ്പോൾ മനസ്സിലായി ഈ പ്രദേശത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നതെന്ന്. അതിലും സൂപ്പർ മറ്റൊരു കാഴ്ചയാണ്. ദേ കണ്ടോളൂ. ഒരു കാർഡ്ബോർഡ് പെട്ടി നിറയെ കോഴിക്കുഞ്ഞുങ്ങൾ. ഈ ബൾബിന്റെ ചൂടുകൊണ്ടാണ് ഇവയെ വിരിയിച്ചത്. സൂപ്പർ. ഈ വീട്ടമ്മ അഭിനന്ദനം അർഹിക്കുന്നതിന്റെ പ്രധാന കാര്യം, ഇത്രയും തണുപ്പുള്ള ഇവിടുത്തെ കാലാവസ്ഥയിൽ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇവർ അധ്വാനിക്കുകയാണ് അഭിമാനത്തോടെ. ഇവിടെയും സ്ത്രീകൾ തന്നെയാണ് കുടുംബത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് മനോഹരമായി നയിക്കുന്നത്. കായിങ്ങിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരേ ഒരു സ്റ്റേഷനറി കടയും അതിനോട് ചേർന്ന് തന്നെ ഒരു പച്ചക്കറി കടയും. ഇവിടെ കാണുന്നത് പല ഇനത്തിലുള്ള പച്ചമുളകുകളാണ്. എരിവ് തീരെ കുറഞ്ഞതു മുതൽ നല്ല കട്ട എരിവുള്ള മുളകുകൾ വരെയുണ്ട് ഇവിടെ. അതിലൊന്ന് ട്രൈ ചെയ്തു നോക്കാൻ നമ്മുടെ ബ്രദർ ക്യാമ്പനിന് ഒരാഗ്രഹം. എങ്ങനെയുണ്ട്? ബ്രദറിന്റെ കണ്ണുകൾ നിറഞ്ഞ് വികാരാധീനനായി. എരിവൽപ്പം കൂടിപ്പോയെന്ന് സംശയം. ഒരു കെട്ട് നാടൻ പച്ചമുളകിന്റെ ഇവിടുത്തെ വില 10 രൂപ. പച്ചക്കറി കച്ചവടത്തിന് ചേച്ചിക്ക് കൂട്ടുനിൽക്കാൻ സഹോദരങ്ങൾ മുതൽ കുഞ്ഞുമക്കൾ വരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊള്ളാം. കച്ചവട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ 2 ഭാര്യമാരടങ്ങുന്ന ഒരു പ്രമുഖന്റെ കുടുംബക്കല്ലറയും കാണാം. എതിർവശത്തായി ഇവിടുത്തെ ഗോത്രവർഗക്കാരുടെ ഭവനവും കാണാം. അച്ഛൻ ഏത് വർഷമാണ് അവിടെ ചെല്ലുന്നത്? ഞാൻ ചെല്ലുന്നത് 1999 തോന്നുന്നു. ഓക്കെ, അച്ഛൻ 1999 ചെല്ലുന്നു. അച്ഛാ, ഒരുപക്ഷെ അവിടെ ആദ്യം ഉണ്ടായിരുന്നത് അവിടെ എത്തിയവരെ MSF പ്രീസ്റ്റ് ആയിരിക്കുമോ? അതെ, MSF പ്രീസ്റ്റ്. ഫാദർ ജോബാണോ? കരിക്കമ്പള്ളിയാണോ? Sir Job and a few others were coming from Silapathar. Yeah, correct. And from there they were coming to Dapurjo. Prem Bhai, you know Prem Bhai? Yeah, sure. Prem Bhai also used to go now once or twice like that. അപ്പോൾ അച്ഛൻ ഈ I am 1990 the founder of that parish in Dapurjo. I am the first father who went and settled down there to begin a parish there. And I was there for 5.5 years. ഒരു മിനിറ്റ്.
वो भैया ये दापर का रास्ता है ना? ओके. अच्छा, you reached there in 1999. Yes. അപ്പം അച്ഛൻ മാത്യു കാനാട്ട്, അച്ഛൻ തെസ്പൂർ ഡയസിസിലെ പ്രീസ്റ്റാണ്. Yes. At that time, part of Arunachal was belonging to Tezpur. Yeah, correct. This present Itana diocese. Western part of Arunachal was belonging to Tezpur diocese. Yeah, that means the present Itana diocese. Yeah. Okay, thank you. Okay. ദാപ്പോരിജോയിലേക്ക് എത്താൻ ഇനി 110 കിലോമീറ്റർ.